താമസമുള്ള കെട്ടിടത്തിന്റെ മുന്നിലെ ടാറിംഗ് ജോലികളാണ് ഈ പണിമുടക്ക് ദിവസം നടന്നത്. മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ഈ ജോലികൾ നിർത്തിവെച്ചത്. സുമേഷിന്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിന്റെ മുൻവശം തകർന്ന് സമീപത്തുള്ള ആളുകൾക്കൊക്കെ പൊടിശല്യം മൂലം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടാറിംഗ് ജോലി ചെയ്തത്. അത് താനല്ല, താൻ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളിലെ ആളുകളാണ് ഈ പണം മുടക്കി ഈ ടാറിംഗ് ജോലികൾ ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. കരിമണ്ണൂരിൽ ഏരിയ സെക്രട്ടറിയുടെ ഈ കെട്ടിടത്തിന്റെ മുന്നിൽ നടന്നിരുന്ന ടാറിംഗ് എന്തായാലും തടസ്സപ്പെടുത്താൻ ഒരു തൊഴിലാളികളും അങ്ങോട്ട് പോയില്ല എന്നുള്ളത് എന്തായാലും ശ്രദ്ധേയമായ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം ബ്രാഞ്ച് സെക്രട്ടറി, നമ്മൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ബ്രാഞ്ച് സെക്രട്ടറി അവിടെ എത്തിയിരുന്നു. നിർബന്ധം സാധിക്കാൻ പറ്റില്ല. തൊഴിൽ പണി കൊടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ജോലി ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. നിർബന്ധിച്ച് ജോലി തടസ്സപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പക്ഷെ സംസ്ഥാനത്തിന്റെ പലയിടത്തും അതായിരുന്നില്ല സാഹചര്യം എന്ന് കൂടി ചൂണ്ടിക്കാട്ടുന്നു.